റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നിറഞ്ഞ് നിന്ന അമ്മയുടെയും 2 പെൺമക്കളുടെയും ചിത്രങ്ങൾ ആർക്കും അത് മറക്കുവാൻ കഴിയുകയില്ല. എല്ലാവരെയും കണ്ണീരിലഴ്ത്തിയ ആ വലിയ സംഭവം. പ്രിയരെ, അവരുടെ മുൻപിൽ 1-2 വിഷയങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അവരെ വല്ലാതെ അലട്ടിയിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പലയിടങ്ങളിൽ കയറി ഇറങ്ങിയിരുന്നു. എല്ലാ വഴികളും അടഞ്ഞു. അവസാനമായി തിരഞ്ഞെടുത്ത ഏക വഴി ആത്മഹത്യ മാത്രമായിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഒരു പക്ഷേ സ്നേഹിതരോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ സഭാവിശ്വാസികളോ ആരെങ്കിലും അവരെ സഹായിച്ചിരുന്നു എങ്കിൽ മരണം ഒഴിവാക്കാമായിരുന്നുവോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എല്ലാവരും കൈമലർത്തി. അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി. ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അവർ ഉറച്ചു. 2 പെൺമക്കളെയും കൂട്ടി അവർ മരണത്തിലേക്ക് പോവുകയായിരുന്നു. എത്രമാത്രം വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. എൻ്റെ പ്രിയരെ, ക്രൂരന്മാരും ചതിയന്മാരും വഞ്ചകരും ഉള്ള ഒരു ലോകത്താണ് നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഏത് ക്രൂരതയ്ക്കും കൂട്ടുനിൽക്കാൻ മടിക്കാത്തൊരു ലോകം. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ പാപം ചെയ്തു കൂട്ടുന്നു. ഒരുപക്ഷെ അവരുടെ ദുഃഖങ്ങൾ, വേദനകൾ മറ്റാരോടെങ്കിലും അവർ ഷെയർ ചെയ്തിരുന്നു എങ്കിൽ, അവരൊന്ന് മനസ്സ് തുറന്നിരുന്നു എങ്കിൽ അവർ മരണത്തിൽ നിന്ന് വിടുതലാക്കപ്പെട്ടിരിക്കും. എൻ്റെ പ്രിയരെ, ഈ ലോകത്തിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ കടന്നു വരും. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനസ്സ് തുറക്കണം. നമ്മുടെ വേദനകൾ മനസ്സിനുള്ളിൽ ഒതുക്കുന്നതിനേക്കാൾ ആരോടെങ്കിലും മനസ്സ് തുറക്കണം. അത് കുടുംബത്തിലുള്ളവരാകട്ടെ, അതല്ലെങ്കിൽ സ്നേഹിതരാകട്ടെ, മറ്റാരോടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മുടെ വിഷമങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആശ്വാസം ലഭിക്കും, മനസ്സിന് സമാധാനമുണ്ടാകും, ഏതെങ്കിലും ഒരു വഴി തുറക്കപ്പെടും എന്നത് നാം ഓർത്തുകൊള്ളണം. പ്രിയരെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു നല്ല സമാധാനമുള്ള ഒരു കുടുംബം നമുക്കുണ്ടാകട്ടെ, കുഞ്ഞുങ്ങൾ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഓർക്കുകയും ചിന്തിക്കുകയും കുഞ്ഞുങ്ങളുടെ പേർക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.